തിരുവനന്തപുരം പൂജപ്പുരയിൽ തെളിവെടുപ്പിനിടെ മോഷണക്കേസ് പ്രതി ഓടി രക്ഷപ്പെട്ടു. വിളപ്പിൽശാല പോലീസ് രജിസ്റ്റർ ചെയ്ത മോഷണക്കേസിലെ പ്രതി ബിജോയാണ് രക്ഷപ്പെട്ടത്. പ്രതിയെ പൂജപ്പുരയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതിനിടെയാണ് സംഭവം ഉണ്ടായത്. വിവരങ്ങളുമായി കമലേഷ് ചേരുന്നുണ്ട്. കമലേഷ്, ബിജോയ് എവിടുത്തുകാരനാണ്? ഏത് കേസുമായി ബന്ധപ്പെട്ടാണ് ഈ പൂജപ്പുരയിൽ തെളിവെടുപ്പിന് എത്തിച്ചത്? വലിയൊരു പോലീസ് സംഘം ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഇപ്പോൾ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ടോ? സിജു, തീർച്ചയായും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വലിയ വീഴ്ചയാണ് ഈ പ്രതി ഇപ്രകാരം രക്ഷപ്പെടാനുണ്ടായ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയത് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇയാൾ പൂജപ്പുര സ്വദേശിയാണ്. ഈ പ്രതിയായിട്ടുള്ള ബിജോയ് എന്നയാൾ ഈ വിളപ്പിൽശാല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്നൊരു മോഷണ കേസുമായി ബന്ധപ്പെട്ട് അവിടെ വിളപ്പിൽശാല പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയാണ് ഈ ബിജോയ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതിന്റെ ഭാഗമായാണ് പൂജപ്പുരയിൽ കൊണ്ടുവന്നത്. പക്ഷേ ഈ തെളിവെടുപ്പിനിടെയാണ് ഇയാൾ പോലീസിനെ കബളിപ്പിച്ച് ഓടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇയാൾക്കായുള്ള തെരച്ചിൽ പൂജപ്പുര പോലീസും അതുപോലെ തന്നെ വിളപ്പിൽശാല പോലീസും ഊർജിതമായി തന്നെ നിലവിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിയില്ല. ബിജോയ് എന്നാണ് ഈ പ്രതിയുടെ പേര്. ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ടാണ് പൂജപ്പുരയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. ഇതിനിടെയാണ് പ്രതി ഓടി രക്ഷപ്പെട്ടിട്ടുള്ളത്. ശരി, കമലേഷ് തെക്കേക്കാടാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. മോഷണ കേസ് പ്രതി തെളിവെടുപ്പിനിടെ ഓടി രക്ഷപ്പെട്ടു. പോലീസിന്റെ ഭാഗത്തുനിന്ന് കടുത്ത അനാസ്ഥ ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് കമലേഷ് പങ്കുവച്ചത്.